എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രൈവറ്റ് ബസ്സിൽ ഒരു യാത്ര ഉണ്ടാകും. അപ്പോൾ നേരത്തെ ഞാൻ KSRTC ബസ്സിലൊക്കെ യാത്ര ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു നമ്മൾ ഇനി പ്രൈവറ്റ് ബസ്സിന് യാത്ര ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പിൻ്റെ പേര് JTS എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഈ 6:45 കനകമലയിൽ നിന്ന് ചാലക്കുടിക്ക് വണ്ടി. പക്ഷേ ഇപ്പോൾ ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് JTS എന്നല്ല ഇപ്പോൾ വണ്ടി, കനകമലയിൽ നിന്നാണ് വണ്ടി. എന്ന് പറഞ്ഞാൽ വേറെ വഴിക്കാണ് ഈ വണ്ടി ചാലക്കുടിക്ക് പോകണത്. അപ്പോൾ അതിൻ്റെ പല പ്രശ്നങ്ങളുണ്ട് ബസ്സുകാർക്ക്. കാരണം ഈ റൂട്ടിൽ കുറേ കളക്ഷൻ കിട്ടുന്ന റൂട്ടാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കനകമലയ്ക്ക്. ഇപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഇവിടെ ഇപ്പോൾ റോഡ് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് റോഡ് പണിത് കഴിഞ്ഞു, നല്ല സെറ്റപ്പ് റോഡായ അടിപൊളി റോഡാണിപ്പോൾ. പക്ഷേ അതുപോലെ ഇവിടെ ആക്കാൻ വേണ്ടിയാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മഴ കുറച്ച് നേരത്തെയാണ് ഈ പ്രാവശ്യം വന്നത്. അതുകൊണ്ട് ഇവർ നേരത്തെ പണിതിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവർ നേരത്തെ റോഡ് പണിയാതെ ഇത് നീട്ടി 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 അവസാനം മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡ് പണിയാൻ പറ്റും? അതൊരിക്കലും പണിയാൻ പറ്റില്ല. ഇപ്പോൾ അറിയില്ല, ചിലപ്പോൾ എന്തായാലും ഈ റൂട്ടിൽ ഇപ്പോൾ റൂട്ട് അടച്ചിരിക്കണതാണ്. ബസ്സിന് മാത്രം പോകാൻ പറ്റില്ല, ബാക്കി എല്ലാ വണ്ടികൾക്കും പോകട്ടെ. സ്കൂൾ ബസ്, ലോറി, ഇതിനൊക്കെ പോകാം. പക്ഷേ ബസ്സിന് പോകാൻ പാടില്ല. അത് ഇവിടുത്തെ നിയമമാണെന്ന് അറിയില്ല. അതെന്താണ് അവരിങ്ങനെ പറയാൻ കാരണമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ ഈ റോഡ് തുറന്നു കൊടുക്കും. കാരണം ഇനി എന്തായാലും റോഡ് പണി നടക്കില്ല, കാരണം മഴയല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ എത്തിയിരിക്കുക കേട്ടോ. PR ട്രാവൽസ് ചാലക്കുടിക്ക് പോകുന്ന വണ്ടി. ഇപ്പോൾ വണ്ടിയിൽ തിരക്കൊന്നുമില്ല കേട്ടോ, കുറച്ച് പേരുള്ളൂ. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ ചാലക്കുടി ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ്സിലാകെ കുറച്ച് പേരുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും തിരക്കാവും, കാരണം ഈ വണ്ടിയിൽ നല്ല ആൾക്കാർ കയറും. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കനകമലയിൽ നിന്ന് ചാലക്കുടി വരെ 18 രൂപ കേട്ടോ. അതായത് അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് ഈ വണ്ടി ചാലക്കുടി എത്തും. അപ്പോൾ അത് മാത്രമല്ല, ഈ വണ്ടിയിൽ നിറച്ച ആൾക്കാർ, ഈ ചാലക്കുടി എത്തണ വരെ ഈ വണ്ടി നല്ല തിരക്കായിട്ട് ഓടുന്ന വണ്ടിയാണ്. ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയാണ് ഈ പ്രൈവറ്റ് ബസ്. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ ചാലക്കുടി ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ ചാലക്കുടി ഭാഗത്തോട്ട് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ ഈ റോഡിനൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഈ റോഡിനൊരു വീതിയില്ല. 2 ബസ് കടന്നു പോകാൻ പറ്റില്ല. ഈ ഒരു ബസ് ഒതുക്കി കൊടുത്താലേ അടുത്ത ബസ് പോവുള്ളൂ. അപ്പോൾ അത് ഈ റോഡെങ്കിലും ഉണ്ടല്ലോ, അങ്ങനെയും പറയാം. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ രാവിലെ ആയതുകൊണ്ടേ ആൾക്കാർ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ കനകമല, പിന്നെ ഈ റോഡ് അവസാനിക്കുന്നവരെ ആൾക്കാർ കുറവായിരിക്കും. ഈ വണ്ടി പോട്ട ഭാഗത്തോട്ട് എത്തുമ്പോൾ നല്ല തിരക്കായിരിക്കും. കാരണം രാവിലെ ഈ ചാലക്കുടി ഭാഗത്തോട്ട് പോകാൻ പറ്റിയ വണ്ടി ഇതാണ്, വേറെ വണ്ടിയൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അപ്പോൾ അത് മാത്രമല്ല, ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ കൊടകര ഭാഗത്തോട്ട് പോകേണ്ട വണ്ടിയാണ്. പക്ഷേ ഈ കൊടകര ഭാഗത്തോട്ട് രാവിലെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ തിരക്കില്ല, ആളെ കിട്ടണമല്ലോ അവർക്ക്, എന്നാലല്ലേ അവർക്ക് മുതലാവും. പക്ഷേ ഇവർക്ക് ആളെ കിട്ടാത്തതുകൊണ്ട് ഇവർ കനകമല അവരാക്കിയെന്ന് തോന്നുന്നു. ഈ വണ്ടി ഉച്ചയ്ക്കും വൈകിട്ടും ഈ വണ്ടി കൊടകര ഭാഗത്തോട്ട് പോകും, അല്ല പിന്നെ കനകമല വരെ ഈ വണ്ടി പോകും. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ മേച്ചറ എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പിലെത്തിയിട്ടാണ്, മേച്ചറ. അപ്പോൾ എനിക്കറിയാവുന്ന സ്റ്റോപ്പുകളിലൊരു സ്റ്റോപ്പ് ഇതാട്ടെ, മേച്ചറ, ചൗക്ക, പോട്ട, ലൂയിസ് സെൻ്റർ, ഇത്രയും സ്റ്റോപ്പുകൾ. പിന്നെ JTS കനകമല, പിന്നെ അങ്ങനെ കുറച്ച് സ്റ്റോപ്പുകൾ എനിക്ക് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ റൂട്ടിൽ വേറെ കുറേ സ്റ്റോപ്പുണ്ട്, പക്ഷെ അതൊന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ല. പക്ഷെ അറിയാമെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ വണ്ടി മേച്ചറയിൽ നിന്ന് പുറപ്പെട്ടു. ഇനി ഇവിടെ നിന്നൊരു 15 മിനിറ്റ് കൊണ്ട് ചാലക്കുടി എത്താം കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പോട്ട, ചൗക്ക ഇങ്ങനെയുള്ള റോഡുകളെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ വണ്ടി പോട്ട ആ വഴിക്കാണ് ഈ വണ്ടി പോകുന്നത്. അതുകൊണ്ട് ആ റൂട്ടിൽ നല്ല കളക്ഷൻ കിട്ടും. കാരണം എനിക്ക് തോന്നുന്നത് ഈ വണ്ടിയാണ് ആ റൂട്ടിൽ ആദ്യത്തെ ഓടുന്ന വണ്ടി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
അതുകൊണ്ട് നല്ല തിരക്കാണ് ചാലക്കുടി ഭാഗത്തോട്ടൊക്കെ. അതുമാത്രമല്ല, ഈ വണ്ടി അങ്കമാലി ഭാഗത്തോട്ടൊക്കെ പോകുന്ന വണ്ടി ആയതുകൊണ്ട് അത്യാവശ്യം ആളെ കിട്ടും ഈ വണ്ടിക്ക് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ വണ്ടിയുടെ ടൈമിങ് എങ്ങനെയാണെന്ന് അറിയുമോ? കനാമലയിൽ നിന്ന് ഈ വണ്ടി 6:45, പിന്നെ 9:45, 12:45, പിന്നെ 5:45. നേരത്തെ ഈ വണ്ടി 9 മണിക്ക് ഉണ്ടായിരുന്നു രാത്രി, പക്ഷേ ആ റൂട്ട് അവർ ക്യാൻസൽ ചെയ്ത് ആളില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ ചൗക്ക എത്തിയിരിക്കട്ടെ, ചൗക്ക. അപ്പോൾ ഇവിടെ നിന്ന് 3 വഴികളുണ്ട്. ഒന്ന് ചൗക്ക വഴി ചാലക്കുടി, പിന്നെ പോട്ട വഴി ചാലക്കുടി, പിന്നെ അതിരപ്പള്ളി ആ ഭാഗത്തോട്ടൊക്കെ. അപ്പോൾ ഈ ചൗക്ക വഴി പോയി കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ഇവർക്ക് ചാലക്കുടി എത്താട്ടാ. പക്ഷേ ഇവരുടെ ആ റൂട്ടെന്ന് പറയുന്നത് പോട്ട വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, ഇവർക്ക് ഈ പോട്ട ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നല്ല കളക്ഷൻ കിട്ടും, നല്ല ആൾക്കാരെയും കിട്ടും. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൈസ അവർക്ക് ഈ രാവിലെ ഈ ടൈമിൽ ഇവർക്ക് കിട്ടും ശരിക്കും പറഞ്ഞാൽ. കാരണം വേറെ വണ്ടിയൊന്നും ഈ ടൈമിലില്ല. പിന്നെയുള്ള വണ്ടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 7:15, 7:45 എന്തോ ആണ്. അതുകൊണ്ട് ആൾക്കാർ ഈ വണ്ടിയിലാണ് ചാലക്കുടി ഭാഗത്തോട്ടൊക്കെ പോവുക, ഇവിടെയുള്ള ആളുകൾ. അപ്പോൾ അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ അലവി സെൻറ്റർ എത്തിയിട്ടാ, അലവി സെൻറ്റർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അലവി സെൻറ്ററിൻ്റെ ഇപ്പുറത്തൊരു വഴിയുണ്ട്. അപ്പോൾ ആ വഴിക്കാണ് ഈ വണ്ടി വരേണ്ടത്, ഈ റൈറ്റ് എടുത്ത് പോട്ട വഴി പോകേണ്ട. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ഈ റോഡ് പണി കാരണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർ റോഡ് അടച്ചിട്ട് ഉള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഇവരെന്ത് ചെയ്ത്, ഇവർ ഇപ്പോൾ നമ്മുടെ മേച്ചറ വഴിയാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ്, ഈ കനകമലയിലോട്ട് വരാൻ വേണ്ടി ഇഷ്ടം പോലെ വഴികളുണ്ട്. അപ്പോൾ ഈ ചെറിയ റോഡൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തേക്കാട്ടെ. അപ്പോൾ ചാലക്കുടിയിൽ നിന്ന് 3 വഴി കൂടെ ബസ് പോകുന്നുണ്ട് കനകമലയിലോട്ട്. ഒന്ന് IVG വഴി, ചൗക്ക വഴി, അരുവി സെൻറ്റർ, കനകമല, അങ്ങനെ ഒരു റൂട്ടുണ്ട്. പിന്നെ ചൗക്ക വഴി നമ്മൾ വന്ന മേച്ചറ വഴി കനകമലയിലോട്ട് റൂട്ടുണ്ട്. പിന്നെ ഒരു റൂട്ടെന്ന് പറയുന്നത് ചാലക്കുടി പോട്ട വഴി. ഇപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ റൂട്ട് തന്നെ കേട്ടോ, പോട്ട വഴി കനകമലയിലോട്ട് പോകുന്ന ബസ്സുകളുണ്ട്. അപ്പം അഥവാ ഈ ഇവിടെ ഒന്നും ബസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, പേരാമ്പ്രയിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു 3.5 കിലോമീറ്റർ, 4 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ ആ 4 കിലോമീറ്റർ അങ്ങ് നടന്നങ്ങ് പോകും എൻ്റെ വീട്ടിലോട്ട്, ബസ് ഇല്ലെങ്കിൽ. അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ചു പോകും. അതാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ അഥവാ കിട്ടിയില്ലെങ്കിൽ നമ്മൾ നേരെ ഒന്നല്ല കൊടകരയിൽ പോവും. കൊടകരയിൽ ചെന്നിട്ട് കൊടകരയിൽ നിന്ന് ഈ ചാലക്കുടി വന്ന് നേരെ കൊടകരയ്ക്ക് പോകുന്ന ബസ്സുകളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ വണ്ടി കൊടകര പോകുന്ന വണ്ടിയാണ്. അങ്ങനെ കനകമലയിലോട്ട് വേണമെങ്കിൽ വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ വണ്ടി എന്തായാലും ഫുള്ളാവുമെന്ന്. ഇപ്പം സീറ്റൊക്കെ ഫുള്ളാണ്. ഇപ്പോൾ 2-3 പേരിപ്പോൾ നിന്നിപ്പോൾ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അത്ര ഡിമാൻഡുള്ള വണ്ടിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ഈ വണ്ടി ഇപ്പോൾ അങ്കമാലി ഭാഗത്തോട്ട് ഇപ്പോൾ പോവും. പിന്നെ അതുമാത്രമല്ല, ഈ വണ്ടി പോട്ട വഴിയിൽ ഈ വണ്ടിയാണ് ഫസ്റ്റ് എന്ന് തോന്നണം. വേറെ വണ്ടികളൊന്നും ഇപ്പോൾ ഈ ടൈമിൽ ഇല്ലയെന്ന് തോന്നണം. ഈ ഇരിഞ്ഞാലക്കുട ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികൾക്ക് പോട്ട വഴിയായിട്ടല്ല. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പോട്ട ബസ് സ്റ്റോപ്പിൽ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. പോട്ട ബസ് സ്റ്റോപ്പ് ഇവിടുത്തെ ആളുകൾ, ഈ കനകമല പ്രദേശത്തുള്ള ആളുകളും ഇവിടെയുള്ള ആളുകളും കൂടുതൽ ആശ്രയിക്കുന്നൊരു ഹോസ്പിറ്റലാട്ടോ, ഈ ധന്യ ഹോസ്പിറ്റൽ. അത് ഈ അവിടെ തന്നെയാണ് ഈ ബസ് സ്റ്റോപ്പും വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ബസ് നിർത്തും. അപ്പോൾ പിന്നെ അടുത്ത ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റൽ. ഈ 2 ഹോസ്പിറ്റലിലാണ് ആളുകൾ കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ഹോസ്പിറ്റലിലോട്ട് പോകാൻ. അപ്പോൾ ഇപ്പം നിങ്ങളൊരു വഴി കണ്ടിട്ടുണ്ടാവും റൈറ്റ് സൈഡിൽ. അപ്പോൾ ആ വഴി കൂടെയാണ് ഈ ഇരിഞ്ഞാലക്കുട ബസ് തിരിഞ്ഞു വന്ന് ചാലക്കുടി ഭാഗത്തോട്ട് പോകുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ഒരു 6 മിനിറ്റ് കൊണ്ടൊക്കെ തൃശ്ശൂരല്ല, ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ എത്തൂട്ടാ. അപ്പോൾ ഈ വണ്ടി ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ കയറില്ല കേട്ടോ, എനിക്കിവിടെ നേരിട്ട് അങ്കമാലി ഭാഗത്തോട്ട് പോകുന്നു. അപ്പോൾ ഈ റൂട്ടിൽ തന്നെ ഈ പോട്ട വഴിക്കാണ് നമ്മുടെ തൃശ്ശൂർ ഓർഡിനറി സർവീസൊക്കെ പോകുന്നത് കേട്ടോ. തൃശ്ശൂർ ഓർഡിനറി സർവീസ് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തോട്ടും പിന്നെ മണ്ണുത്തി ഭാഗത്തോട്ടൊക്കെ ഈ ബസ്സുകൾ KSRTC ഓർഡിനറി സർവീസ് ഇതിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ ഈ NHൻ്റെ അവിടെ വലിയ തിരക്കൊന്നും കാണുന്നില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തിരക്കാവും.
അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ കനകമലയിൽ നിന്ന് ഡയറക്റ്റ് തൃശ്ശൂരിലോട്ട് പോകുന്ന ബസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ടൈമിംഗ് എന്ന് പറയുന്ന മാറ്റിയൊന്നും അറിയില്ല. ടൈമിങ്ങൊക്കെ 6 മണിക്ക്, 8:45, 2 മണി, 5 മണി, ഇതിങ്ങനെ ഈ ടൈമിംഗ് ആണ് തൃശ്ശൂരിലോട്ട് പോകുന്ന ബസ്സിൻ്റെ ടൈമിങ് ഇങ്ങനെയാണ് കേട്ടോ. കനകമലയിൽ നിന്ന് തൃശ്ശൂരിലോട്ട്. അപ്പോൾ നമ്മുടെ വണ്ടി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റൽ. അപ്പോൾ ഫ്രണ്ട്സ്, 7:15 അങ്ങനെ ഞാൻ ചാലക്കുടി എത്തിയിരിക്കട്ടെ. ചാലക്കുടി. അപ്പോൾ ചാലക്കുടി ബസ് സ്റ്റാൻഡിലോട്ട് കുറച്ചങ്ങോട്ട് പോകണം. അപ്പോൾ ഇനി ആ വണ്ടി, ഇപ്പം ഞാൻ കയറിയ വണ്ടി ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ കയറാതെ അങ്കമാലി ഭാഗത്തോട്ട് പോയി. അപ്പോൾ ഇവിടെ തന്നെ കേട്ടോ, ഈ ചാലക്കുടി ബസ് സ്റ്റാൻഡും പിന്നെ ഈ ഇവിടെ KSRTC ബസ് സ്റ്റാൻഡൊക്കെ ഇവിടെ അടുത്താട്ടോ. ചാലക്കുടി ഇത് കണ്ട ഒരു KSRTC ബസ് പോകുന്നു. ഞാനങ്ങനെ ചാലക്കുടി ബസ് സ്റ്റാൻഡിലോട്ട് പോവാട്ടോ. അപ്പോൾ അതിൻ്റെ കാരണം, നിങ്ങൾ ഫസ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് ഗുരുവായൂർ എറണാകുളം പാസഞ്ചറിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി അതിൻ്റെ വീഡിയോ എടുക്കാൻ പോകണം. അപ്പോൾ ആ വീഡിയോ ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ വീഡിയോ ഒക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ പ്രൈവറ്റ് ബസ് യാത്ര വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.